നമസ്കാരം സുഹൃത്തുക്കൾ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ന്യൂയോർക്കിൽ നിന്ന്. ഞങ്ങൾക്കൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തുടങ്ങിയത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇവിടുന്ന് ബെസൽ പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ന്യൂയോർക്കിലെ ബെസൽ ആകർഷണമായ ഒരു സ്ഥലമാണ് ബെസൽ. അതൊരു മോനുമെൻ്റാണ്. ബെസൽ പറഞ്ഞാൽ കപ്പൽ. സോ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എൻ്റെ എല്ലാം ചെറിയ ചെറിയ വീഡിയോകളായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വലിയ വീഡിയോകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഈ സാധനം കണ്ടോ, ഈ സാധനം നിങ്ങൾക്ക് കാറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. ആർക്കും ഓരോ കാറും കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര സ്ട്രോങ് ആണിത്. സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് പോവും. ഇങ്ങനത്തെ ഒരു നല്ല ഭംഗിയായി. എവിടെയെങ്കിലും നമുക്ക് ബാരിക്കേഡ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ താഴെ പോകും, വേണ്ടാത്ത സമയത്ത് മുകളിൽ വരും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ സ്വിച്ച് അമർത്തും, താഴെ പോകും. അപ്പോൾ എമർജൻസി വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ സൗകര്യമുണ്ട്. നല്ലൊരു ആശയമാണിത്. നമുക്ക് എല്ലാ സ്ഥലത്തിലും അല്ലാതെ നമുക്ക് സൈക്കിളിലോ ബൈക്കിലോ വരുന്ന ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാം, സ്കേറ്ററും കൂടെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ പാസ്സാവുക. വണ്ടികൾക്ക് ഒന്നും വരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവിടെ ആൾക്കാർ തിങ്ങി നിറയ്ക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ബെസലിലോട്ട് യാത്ര തുടർന്നാൽ ഇവിടെ 3 കിലോമീറ്റർ യാത്ര നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും, ന്യൂയോർക്കിൻ്റെ വീതികൾ കാഴ്ചകൾ കാണിച്ചുകൊണ്ടേയിരിക്കും. കണ്ടോ, ഭംഗിയാണ്. നമ്മൾ ന്യൂയോർക്കിൻ്റെ ഇത് കാണിച്ചത് ലാസ്റ്റ് വീഡിയോയിൽ. സോ ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ പോവുകയാണ്. വെസ്റ്റേൺ റിവറിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഹഡ്സൺ റിവറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഹഡ്സൺ റിവറിൻ്റെ വഴിയോരം കൂടി നമ്മൾ നടന്നിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ബെസലിലോട്ട്. ഇപ്പോൾ ഇപ്പോൾ ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ, വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കാണാം കൂറ്റനൊരു ബിൽഡിങ്ങാണ്, കണ്ട സുഹൃത്തുക്കളെ. സോ ഇതിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്. കൂറ്റനൊരു ബിൽഡിങ്ങിൻ്റെ ഓരത്ത് കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്തത് വെസ്റ്റ് സ്ട്രീറ്റാണ്. ഇതാണ് വെസ്റ്റ് സ്ട്രീറ്റ്. നമുക്ക് കാണാം അവിടെ ബാക്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് ചീപ്പായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഫുഡ് ട്രക്സ് ഉണ്ടാവും. ഫുഡ് ട്രക്കിൽ പോവുക, കഴിക്കുക. ജസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ട് പറയാവും. സോ നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റ് സ്ട്രീറ്റിലാണ്. ഭംഗിയുള്ള വെസ്റ്റ് സ്ട്രീറ്റ്. എൻ്റെ പുറകിൽ വേൾഡ് ട്രേഡ് സെൻറ്ററും കാണാം. ഇപ്പം ഞാനുള്ളത് വെസ്റ്റേൺ സൈഡിലാണ്. അവിടെ കാണുന്നത് നിങ്ങൾക്കെല്ലാം ന്യൂജേഴ്സിയാണ്. ന്യൂജേഴ്സിയിലാണ് ഏറ്റവും അധികം ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കാർ, എസ്പെഷ്യലി അമേരിക്കയിൽ ഇന്ത്യക്കാർ 50 ലക്ഷം ആൾക്കാരുണ്ട്. അതിലും ഏറ്റവും അധികം തങ്ങി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ളത് ന്യൂജേഴ്സിയിലാണ്. അവിടെയാണ്. സോ അതൊക്കെ ന്യൂജേഴ്സിയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കാണാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിലടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ഹഡ്സൺ ഇവിടെ പാർക്കാണ്. ഇപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ന്യൂജേഴ്സി കണ്ടു, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു. എന്നിട്ട് നമുക്ക് ബെസൽ കാണാൻ പോവാം. ഞാനിപ്പോൾ പോകുന്നത് ബെസലിലോട്ടാണ്. അതോറിറ്റിയുടെ ഫെറി ടെർമിനലുണ്ട്. നിങ്ങൾക്ക് ഫെറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂജേഴ്സിയും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പോകാൻ പറ്റും. ബ്രുക്ലിൻ പോകാൻ പറ്റും. സോ പിന്നെ നിങ്ങൾ 7 ദിവസത്തെ പാസ് എടുത്തു കഴിഞ്ഞാൽ പാസ്സിൽ ഇത് ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾ വേറെ മെട്രോ കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓരോരോ ഇതിന് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എടുത്താൽ മതി. അതിലത്തെ കാശ് ഇട്ടിട്ട് അത് കാശ് നിങ്ങൾക്ക് കട്ടായിക്കൊണ്ടിരിക്കും. ആണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഫെറി വരും. ഫെറി വന്നു, ആൾക്കാരെ കയറ്റും. ആൾക്കാർ നിങ്ങൾക്ക് കയറാം. അവിടെ കണ്ടോ, ഫെറി വന്നു. ഫെറി വന്നിട്ട് ആൾക്കാർ ഇപ്പോൾ കയറും. വേറെ ലൈൻസ് ഉണ്ട്. ഞാനിതാ ഇവിടെ കൊടുക്കാം ഏതൊക്കെ ലൈൻസ് ഉണ്ട് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ പോവുക. ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ഫെറി ടെർമിനലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. നിങ്ങളുടെ കണ്ടോ. സോ വേറെ ടെർമിനൽ 2, 6 ഭംഗിയുള്ള ഫെറി ടെർമിനലാണ്. 2 അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെറി എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രുക്ലിനും പോവാം, പിന്നെ ന്യൂജേഴ്സിയും പോവാം. സോ നിങ്ങളുടെ സൗകര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. സോ നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു കട ഉണ്ട്.
ഇരിപ്പിടങ്ങളൊക്കെ ഭംഗിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്, മെട്രോ പറഞ്ഞിട്ട്. മെട്രോ ന്യൂ ജേഴ്സിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടുന്ന് കാണാൻ പറ്റും. സോ ഇവിടെയൊക്കെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ടാണ് പോകുന്നത് ഇപ്പോൾ. മനോഹരമായ ന്യൂയോർക്കിൻ്റെ കാഴ്ചകൾ. അവിടെ നിങ്ങൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ട്. ന്യൂ ജേഴ്സിൻ്റെ കാഴ്ചകൾ, ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സിൻ്റെ കാഴ്ചകൾ. അതാണ് ന്യൂ ജേഴ്സി സ്കൈ ലൈൻ എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. ഭംഗിയില്ലേ? സോ അവിടുന്ന് ഒരു ഫെറി വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തിനും ഫെറി ഉണ്ട്. ന്യൂയോർക്കിലെ ഫെറി, പിന്നെ ബസ്, ട്രെയിൻ, സബ്വേ എല്ലാം നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ന്യൂയോർക്ക്. പക്ഷേ എക്സ്പെൻസീവ് ആണ്. അതൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ സോ ന്യൂയോർക്ക് എനിക്ക് എൻ്റെ ലോകത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിറ്റിയിൽ ആണ് ന്യൂയോർക്കുള്ളത്. രണ്ടാമത്തെ ഇസ്താംബുളാണ്. മൂന്നാമത്തേതൊക്കെ ഞാൻ പിന്നെ പയ്യെ പറയാം. ബ്രൂക്ക്ഫീൽഡ് പ്ലേസ്, അതിൻ്റെ ഇത് ടൈമിങ്സൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്ന ട്രാൻസിറ്റ് ടെർമിനൽ ന്യൂ ജേഴ്സി, ഹോബോക്കൻ ന്യൂ ജേഴ്സിയിലൊക്കെ നിങ്ങൾക്കുണ്ട്. അതല്ലാതെ വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. ന്യൂയോർക്കിൽ തന്നെ ന്യൂ ജേഴ്സിയിലൊക്കെ ഫെറിയുണ്ട്. സോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ജേഴ്സിയിലും ഈ ഫെറി എടുത്തിട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് ഈസി ആയിട്ട് പോകാം. അവിടുന്ന് ടിക്കറ്റ് തരും. ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം. $3-4 ഉണ്ട് ഡിപ്പാർച്ചർ. ടൈമിങ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് പല ആൾക്കാരും പല കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ സ്കൂൾ കുട്ടികളുണ്ട്. കുറേ പേര് ഓട്ടത്തിൽ ഇതാണ് ജോഗിങ് ചെയ്യാണ്. ഇപ്പോൾ 1 മണി നടന്നു. അതൊക്കെ ഭയങ്കര ലേറ്റായിട്ടാണ്. 4 മണിക്ക് നമ്മളപ്പോൾ 6 മണിക്കൊന്നും എനിക്കില്ല. സോ അങ്ങനെയൊക്കെയാണ് ന്യൂയോർക്കിൻ്റെ. നമ്മളിപ്പോൾ ന്യൂ ജേഴ്സി, അപ്പുറത്ത് ന്യൂ ജേഴ്സി ഉണ്ട്, ഹഡ്സൺ പോയുണ്ട്. സോ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 6 കണ്ടാലും കൊണ്ട് ഓടിക്കൊണ്ട് എത്ര ഭംഗിയുള്ള സ്ഥലത്താണ് കണ്ടിട്ട്. എത്ര മനോഹരമാണ് അല്ലേ? ഇവിടെ ഇങ്ങനെ നടക്കാൻ ഭംഗി അറിയാം. നല്ല കാറ്റാണ്, നല്ല ടെമ്പറേച്ചറും കൂടെയാണ്. ലൈക്ക് ഒരു 12-13 ഡിഗ്രി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഭയങ്കര കാറ്റാണ്. നല്ലൊരു പ്രതിവിധിയാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഓട്ടമിൻ്റെ ഇതൊക്കെ ഇലകൾ, ചുവപ്പ്, മഞ്ഞ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എത്ര ഭംഗിയല്ല കാണാൻ. ഭംഗിയുള്ള കാഴ്ചകൾ അങ്ങനെ ബെസൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ട് പോവാണ്. സോ വെച്ചാൽ ഷിപ്പല്ല, യഥാർത്ഥ ഷിപ്പല്ല, അതൊരു മോണ്യുമെൻ്റാണ്. നമുക്കവിടെ പോയിക്കൊണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാം. കുട്ടികളൊക്കെ ഇവിടെ അധികം ആൾക്കാർ കളിക്കുന്ന ബാസ്കറ്റ് ബോളാണ്. ഞാൻ കണ്ട പോലെ സ്കേറ്റിങ്ങും ബാസ്കറ്റ് ബോളും പിന്നെ ഇവിടെ ഒരു കാഴ്ച കണ്ട സുഹൃത്തുക്കളെ. ഇതൊരു മെറീനാണ്. അവിടെ ന്യൂ ജേഴ്സി, ഇത് മെറീനാണ് ന്യൂയോർക്ക് സിറ്റിയിലിവിടെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് കാണാം. വെള്ളത്തിൻ്റെ ഒറ്റ നടുക്കാണ് അവർ നങ്കൂറാൻ ഇട്ടിരിക്കുന്നത്. കണ്ടോ? അങ്ങ് അവിടത്തേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. അവിടുന്ന് നങ്കൂറിട്ട സ്ഥലത്തേക്ക്, ബോട്ടിൻ്റെ അടുത്തേക്ക്. ഇവിടെ മൊത്തം വെള്ളമാണ്. വെള്ളത്തിൻ്റെ നടുക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് കാണാനാണ്. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾ. ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. ഞാൻ അടുത്ത് പോയത് ന്യൂ ജേഴ്സി. പിന്നെ ഇവിടെ കണ്ടോ കാഴ്ച കണ്ടോ സുഹൃത്തുക്കളെ? കാഴ്ച കണ്ടോ? അതൊക്കെ എല്ലാവരും അതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. അപ്പുറത്ത് ന്യൂ ജേഴ്സി ഉണ്ട്. ഇതാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ബീച്ച് വോളിബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് സജ്ജീകരിച്ച് കൊടുത്തത്. കളിക്കാനും ഭംഗിയായിട്ട് അത് കളിച്ചു. എല്ലാമില്ല അവസ്ഥയാണ്. അവിടെ നിങ്ങൾക്ക് വേൾഡ് ട്രേഡ് സെൻറ്റർ എത്ര ഭംഗിയാണ്. എനിക്കിവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ന്യൂയോർക്ക് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് ഫേവറേറ്റ് സിറ്റിയാണ് ഇപ്പോൾ ലോകത്തിൽ തന്നെ.
ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഞാൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വന്നിട്ട് കണ്ടിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. പക്ഷേ പിന്നെ വരുമ്പോഴാണ് കുറച്ച് അറിയാൻ തുടങ്ങിയത് ന്യൂയോർക്കിന്. അപ്പോഴാണ് എൻ്റെ ഇപ്പോൾ ഫേവറേറ്റ് ആയത് ന്യൂയോർക്ക് സിറ്റി. എന്ന് വെച്ചാൽ ഇത്ര ഭംഗിയായിട്ട് സജ്ജീകരിച്ച, പ്ലാൻഡ് ആയിട്ടുള്ളത്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ കളിക്കാർക്കും ഇത്ര വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഇങ്ങനെ സജ്ജീകരിച്ച് വെക്കണമെങ്കിൽ ഭയങ്കര ഒരു ഇതന്നെ, സാമർഥ്യം തന്നെ. അതുകൊണ്ടാണ് ന്യൂയോർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ന്യൂയോർക്കിൻ്റെ ദൂഷ്യ ഫലങ്ങളുണ്ട്, ക്ലീൻ ഇല്ലാത്ത ഏരിയകളുണ്ട്, അതൊക്കെ ഉണ്ട്. അതെല്ലാ സിറ്റിയിലും ഇല്ല പോലെ തന്നെയാണ്. നമ്മുടെ ആരും ഓരോ ഇതില്ലാതെ സേഫ് ചെയ്ത് ഒരു കാണുക പോലെ ചിന്തയില്ലാതെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ അവരുടെ വീക്കെൻഡ് എങ്ങനെയാണ് ചിലവഴിക്കുന്നത് കണ്ടോ? എത്ര ഭംഗിയാണ്. കുട്ടികളൊക്കെ കളിക്കാൻ സ്ഥലമുണ്ട് ഇവിടെ. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾ കളിക്കാൻ. ഭംഗിയില്ല കാണാൻ. ടെന്നീസ് കോർട്ട് കൂടെ ഉണ്ട്. പിയർ 34 ഇപ്പം നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് കണ്ടോ. ആൾക്കാർക്ക് ടെന്നീസ് മന്ത്ലി റെൻറ്റ് ഉണ്ടാവും, സോ മെമ്പർഷിപ്പ് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വീക്കെൻഡിൽ വന്ന് ടെന്നീസ് കളിക്കാം. നല്ല അടിപൊളി കോർട്ടാണ്, വേറെ രക്ഷയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. ഞാൻ ഇവിടെ പിയർ 40 വന്നത്. ഇവിടെ ഉള്ളിൽ വലിയൊരു ഗ്രൗണ്ട് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഫുട്ബോളും അവർക്ക് ബേസ്ബോളും ഒക്കെ കളിക്കാൻ ആൾക്കാർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്രൗണ്ട് തന്നിട്ടുണ്ട്. കാണാം. അതിൻ്റെ മുകളിലൊക്കെ കാർ പാർക്കിംഗ് ആണ്. മുകളിലൊക്കെ കാണാൻ കാർ നിർത്തിയിരിക്കുന്നത് ഭംഗിയില്ലേ. ആൾക്കാർക്കൊക്കെ ഇവിടെ സിറ്റിൻ്റെ നടുക്കാണിത്. നിങ്ങൾ ഓർക്കണം, സിറ്റിൻ്റെ നടുക്കാണ് ഉള്ളത്. പിയർ 40 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ച കാണാം. ഞാൻ വെസലിൽ ലഭ്യമായിട്ട് നടന്നുകൊണ്ട് പോവാണ്. പക്ഷേ ഇവിടെ കണ്ടോ താറാവ്, അത് ഭംഗിയല്ല കാണാൻ. എൻ്റെ അമ്മോ, ഇത് നീ അവിടെ വേൾഡ് ട്രേഡ് സെൻറ്റർ താറാവ്, എനിക്ക് വയ്യ. ഇങ്ങനത്തെ കാഴ്ച ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ടോ? താറാവ് പുല്ല് തിന്നാണ്. ഇഷ്ടംപോലെ താറാവുണ്ട്. അവിടെ വരണ്ട്. ഇത് പേര് പിയറാണ്. എന്താ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല അവിടെ. ഈ റൂട്ടിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് നടന്നുകൊണ്ട് പോകുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഭംഗിയുള്ള ഒരു റൂട്ടിൽ കൂടെ ആണ്. പാർക്ക് ഇല്ലെങ്കിൽ കൊമറൈഡ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പിടിക്കാം. അതിൽ കൂടെയാണ് ഇപ്പം നടന്നുകൊണ്ട് പോകുന്നത്. വേറെ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ഇതാ കാഴ്ചകളിങ്ങനെ കാണുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും പറയാനില്ല. നല്ല ഭംഗിയുള്ള ആ കാടും മഞ്ഞാണ്. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇപ്പോൾ ഇവിടെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം. ഇതിന് പറയുന്ന ബീച്ച് ബ്ലഫ് എന്ന ബീച്ചിൻ്റെ ഒരു പ്രതീതിയാണ് ഇവിടെ ആക്കി വെച്ചത്. പൊയ്യൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആണോ അവിടെ പൊയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൺബാത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ന്യൂയോർക്കിൻ്റെ ഒറ്റ മറ്റത്തിലാണ് ഇതുള്ളത്. അത് നിങ്ങൾ ഓർക്കണം. സോ ഇവിടെ ബീച്ചില്ല, അതുകൊണ്ട് ബീച്ചിൻ്റെ പ്രത്യേകതയാണ് ആക്കി വെച്ചത്. അല്ലാതെ ഇവിടെ കസാലൊക്കെ വെച്ചിട്ടുണ്ട്. ആർക്കും ആണെങ്കിൽ ഫ്രീ ആണ് ഇതൊക്കെ സംഗതി. ഒരു പൈസ കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. ആണോ എന്ത്
എന്ത് ഭംഗിയല്ലേ. ഈ വീഡിയോകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അങ്ങനെയാണ്. അല്ലാതെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധാരണ ജീവനം എങ്ങനെയാണ്, ആൾക്കാർ എങ്ങനെയാണ് കഴിച്ചു കൂടുന്നത്, സോ അതൊക്കെ കാണിച്ചുകൊണ്ടാണ്. പുൽമേടൊക്കെ കണ്ടോ, ആൾക്കാരെങ്ങനെ ഇരുന്ന് വീലിൻ്റെ ചൂട് കൊണ്ടുപോകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എത്ര ഭംഗിയല്ലേ. ഇതാണ് ഞാൻ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, വേറെ എവിടെയെങ്കിലും വ്ളോഗ് ചെയ്തിരുന്നോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സാധാരണമായ യാത്രകൾ, സാധാരണമായ ആൾക്കാരുടെ കാഴ്ചകൾ, അവരുടെ ഓരോ ദിവസം എങ്ങനെ പോകുന്നു, ഓരോ വീക്കെൻഡ് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അവരെന്താണ് കഴിക്കുന്നത്, സൂപ്പർ മാർക്കറ്റിൻ്റെ വിലകളൊക്കെ എന്താണ്, എങ്ങനെയാണ് നിങ്ങളും വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റുക പറഞ്ഞ ഒരു ഏകദേശം ഒരു ഇത് കൊടുക്കാൻ പോവാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പിയർ 57 വൈൻ ഗ്ലാസ് അനുസരിക്കുന്ന പിയറാണ് ഇത്. അതിൻ്റെ കാലുകളൊക്കെ കണ്ടോ, വൈൻ ഗ്ലാസിൻ്റെ പോലെ തന്നെ ഉണ്ട്. സോ നല്ല ഭംഗിയുണ്ട് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വലിയൊരു ഏരിയ ആണ്, ഉള്ളിൽ സ്ഥലമാണ്. എന്ത് പൊന്ന് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. വൈൻ ഗ്ലാസിൻ്റെ ആകൃതിയിലുള്ള പില്ലറുകൾ എത്ര മനോഹരമായിട്ടല്ലേ വെച്ചിരിക്കുന്നത്. എത്ര ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കുന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മനോഹരമായൊരു ഭംഗി വ്യൂ ഉണ്ടാവും. സൂപ്പർ. എന്ത് ഭംഗിയാണ്. കണ്ടോ, അവിടെ കണ്ടോ, ആൾക്കാർ അത് ചവിട്ടുമ്പോൾ മ്യൂസിക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. എന്ത് ഭംഗിയില്ല കാണാൻ. എത്ര മനോഹരമായ കാഴ്ചയാണ്. എന്താണോ ഇങ്ങനത്തെ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനൊന്നും സംസാരിക്കില്ല, ഞങ്ങളുടെ കാഴ്ച കണ്ടോളി. São Paulo? Sou. Nós também. Vocês são de onde? São Paulo. Eu sou de 50 anos. Do ABC Paulista. അങ്ങനെ നമ്മൾ കപ്പലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടുത്തെ കാണാൻ കപ്പൽ അങ്ങനെ മന്ദമന്ദമായി നടന്ന കാഴ്ചകളെല്ലാം കണ്ടു നമ്മളിതാ കപ്പലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് കപ്പലുള്ളത്. ഞാൻ കാണിച്ചത് ഇത്ര കൂറ്റൻ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ അതൊന്നുമില്ല. അങ്ങനെ കപ്പൽ കാണുമോ, ആസ്വദിക്കൂ. ഇതാണ് കപ്പൽ. കണ്ടില്ല, അടിപൊളിയാണ്. ഇവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുക, എന്താണെങ്കിലും അപ്പുറത്ത് നമുക്ക് അവിടെ വരെ പോകാൻ പറ്റും. കപ്പലിൻ്റെ ഉള്ളിൽ പോകാൻ റേറ്റ് ഞാൻ ഇവിടെ താഴെ ഇടുക. തമിഴ്നാട്ടിൽ അതില്ല, മുകളിൽ വരെ കയറി പോകാം നമുക്ക്.
A true Venus clam. Red Bull gives you wings. അതാണ് ഇവിടെയാണ് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലും എടുക്കാം ടിക്കറ്റ്. ഫുൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിൻ്റെ പോലെ തന്നെ എല്ലാം വെച്ചിട്ട് പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ഇവിടെ നിർത്തണം. കപ്പലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടെന്ന് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റിൽ പറഞ്ഞ് അറിയിക്കുക. സോ അടുത്ത വീഡിയോ ഞാൻ ന്യൂയോർക്കിൻ്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ, സീ യു.